ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഷാസ് പോയതോടുകൂടി ഡേയ്സ് ആർ വെരി ക്വയറ്റ് ഗൈസ്. ഇനിയിപ്പോൾ സിസ്റ്ററും അവളുടെ മക്കളും മറ്റന്നാൾ പോവും. മറ്റന്നല്ല, നാളെ രാത്രി പോവും. സോ ഇന്ന് ചിലപ്പോൾ നമ്മൾ ഒരു 2 കഫേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേ പറയുന്നുണ്ട് അവിടെ പോകണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോയിട്ട് നോക്കാം കഫേ എങ്ങനെ. ഞാനും പോയിട്ടില്ല. രണ്ട് കഫേ, 3 കഫേ ഉണ്ട്. 3ലും ഞാൻ പോയിട്ടില്ല. അപ്പം ഇന്ന് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ബിക്കോസ് അവരെയും ഷാസ് വന്നതിന് ശേഷം കാണാൻ പറ്റിയിട്ടില്ല. അവരും ബിസി ആയിരുന്നു ഇടയ്ക്ക് വെച്ച്, നമ്മളും ബിസിയായി. സോ അങ്ങനെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും നോക്കാം, എവിടെയെങ്കിലും പോയി കുറച്ച് വല്ല കോഫിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടിരിക്കാം, ചില്ല് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതിൻ്റെ വ്ളോഗ് പറ്റുമെങ്കിൽ ഇടാം. പിന്നെ ഒരു കുക്കിയുടെ ഒരു സാധനം വന്നിട്ടുണ്ട്, ഒരു പാക്കേജ്. അത് പറ്റുമെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. കുറച്ച് ഗോർമേ കുക്കീസാണ് ഗൈസ്. അപ്പം ലെറ്റ് സി അതെങ്ങനെ ഉണ്ടെന്നുള്ളത്. എവിടെ നിന്നോ വരുത്തിയതാണ് ശവം പോയി. കുക്കീസ് മാത്രം ഇവിടെ വന്നു നമുക്ക് വേണ്ടി. അത് നമ്മളെ കയ്യിൽ അകപ്പെട്ടു ആ കുക്കീസ്. സോ എന്തായാലും നമുക്ക് അതും ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിള്ളേരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കൂടുതൽ. ഞാൻ വല്ല ഒരു കടി വല്ലതും കഴിക്കും ഗൈസ്, അത്രേ ഉള്ളൂ. അയ്യോ, ഒരു ഫുൾ കുക്കിയൊന്നും തിന്നാനുള്ള ആരോഗ്യമല്ല. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണാറുണ്ട്, റിപ്ലൈ ചെയ്യാറുണ്ട്. കുറേ പേരുടെയൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളിലും കണക്റ്റ് ആവുന്നുണ്ട്. ലൈക്ക് പോസിറ്റീവായിട്ട് അവർ മോട്ടിവേറ്റഡ് ആവുന്നെന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഗൈസ്. അപ്പം കീപ് പുഷിങ് യുവർ സെൽഫ് ഗൈസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാനും അതാണ് ചെയ്യുന്നത് ഗൈസ്. ഞാനും ലൈക്ക് നമുക്ക് ലൈഫിൽ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഹോപ്പില്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് വെൻ യു ഗെറ്റ് സോ മച്ച് ഓഫ് ലവ് ആൻഡ് സപ്പോർട്ട്, നമ്മളെ തന്നെ പുഷ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഐ നോ ഐം നോട്ട് എ പെർഫെക്റ്റ് വ്ളോഗർ ഓർ ഒന്നുമല്ല. നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല കേട്ടോ നമ്മൾ. പക്ഷേ പെർഫെക്റ്റ് എന്നല്ല, നമ്മൾ ബേസിക്കലി എന്താ ചെയ്യാൻ നോക്കുന്നത്, നമ്മളെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കണം. ലൈക്ക് ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ നോക്കുക, മാക്സിമം ആൾക്കാരെ വിഷമിപ്പിക്കാൻ നോക്കുക ഗൈസ്. നമുക്ക് കൂടെ ആ ഒരു പവർ മാത്രമേ ഉള്ളൂ, ടു നോട്ട് ഹേർട്ട് എനിബഡി. മനസ്സിലായത്? നമ്മൾ ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അത് മനസ്സിൽ വെച്ചിട്ട് നമ്മളാരെയും തിരിച്ച് ഹേർട്ട് ചെയ്യാൻ പോവുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഗൈസ്. നമ്മൾ മാക്സിമം എല്ലാവരെയും നല്ലപോലെ കാണുക, എല്ലാവരെയും നല്ലതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. സോ ഐ ആം ഓൺ ദാറ്റ് പാത്ത് റൈറ്റ് നൗ. സോ ലെറ്റ്സ് സീ. എന്തായാലും ജയ്സ്, നിങ്ങൾ എൻ്റെ ഈ ഒരു വ്ളോഗിൽ തരുന്ന കമ്പനി ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ആൻഡ് അത് ഞാൻ ചെറിഷ് ചെയ്യുന്നുണ്ട്. ഇന്നലെ 2 പയ്യന്മാർ വന്ന്, ഐ എം വെരി ഹാപ്പി. എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പോലത്തെ ഒരു സാധനം സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഇന്നലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നലെ കിട്ടിയ 2 ഗിഫ്റ്റും വളരെ വാല്യുബിൾ ആണ് ഗൈസ്. ഐ എം വെരി മച്ച് പ്രിവിലേജ് ഗൈസ്. ഇങ്ങനെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്നേഹം ആൻഡ് സപ്പോർട്ട്. പിന്നെ മാത്രമല്ല, ഞാൻ കാരണം അവരൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് വ്ളോഗ് തുടങ്ങുന്നു. ആൻഡ് വ്ളോഗൊക്കെ നിർത്തി വെച്ചിരുന്നവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. സോ അതൊക്കെ എൻ്റെ അടുത്ത് അവർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇറ്റ്സ് വെരി വെരി ഹംബ്ലിങ് എന്നുള്ളൊരു സംഭവത്തിലാണ്. ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരാളുടെ ഒരു തോട്ട് പ്രോസസ്സ് ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റും എന്നൊക്കെ ഉള്ളത്. സോ ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. സോ ഇനിയും ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും. ആൻഡ് യു ഗൈസ് സപ്പോർട്ട് മീ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് കീപ്സ് മീ ഗോയിങ്. അപ്പം എൻ്റെ സന്തോഷം ഇപ്പോൾ ഇതിലാണ് കഴിഞ്ഞാൽ. അപ്പം വ്ളോഗ് എടുക്കാൻ കണ്ടൻ്റ് ഒന്നും ഇല്ലെങ്കിലും മാക്സിമം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. ലൈക്ക് പുറത്ത് ട്രാവൽ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ് റിലേറ്റഡ് സാധനങ്ങൾ. ബേസിക്കലി ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. ലൈക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. ട്രാവൽ ഞാൻ ഇനി ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. ലൈക്ക് ഒറ്റയ്ക്ക് എക്സ്പ്ലോറിങ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ എത്രത്തോളം. നോട്ട് വെരി കംഫർട്ടബിൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് ഞാൻ ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സോ വ്ളോഗിൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് വുഡ് ബി എ ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് തന്നെ അതൊരു പുതിയൊരു ലേണിംഗ് തിങ് ആയിരിക്കും. ഞാൻ എങ്ങനെയായിരിക്കും ലൈക്ക് ഹൗ ഐ വിൽ സീ തിങ്സ് ആൻഡ് ദ വേൾഡ് എന്നുള്ള രീതിയിൽ. അപ്പം നോക്കാം ഗൈസ്, അതും എനിക്ക് പ്ലാനിലുണ്ട്. അത് എപ്പോൾ തുടങ്ങുമെന്ന് എനിക്കറിയണം. ബിക്കോസ് അവർ പോയതിന് ശേഷം കുറച്ച് പ്ലാൻ ചെയ്യണമല്ലോ, ഉമ്മ ഒറ്റയ്ക്കില്ല. അപ്പം ലെറ്റ്സ് സീ. അപ്പം അങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ എന്തായാലും ദിവസം തുടങ്ങട്ടെ ഗൈസ്. വിൽ
ക്യാച്ചപ്പ്. എന്തായാലും ഫ്രണ്ട്സൊക്കെ വരട്ടെ, അത് കാണുമ്പോൾ വീണ്ടും വരാം. ബൈ. വന്നാ ശരണ്യ, നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വെൽക്കം വെൽക്കം വെൽക്കം. ഹലോ ശരു. ഹലോ വർഷ. നീ വീണ്ടും വീണ്ടും CCTV വിളിച്ചല്ലേ? നീ എന്റെ ചാനലിൽ നീ എന്നും ഉണ്ടാവും ശേഷ. നിന്നെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ നീ അപ്രതീക്ഷിതമായിട്ട് വന്ന ഇരയാണ് എന്റെ. ആണോ? ഓ വാവ്, മൈ ഗോഡ്. എന്തോടെ ഇത് VIP ട്രീറ്റ്മെന്റ് ആണല്ലോ. ഓ, അവളാണോ നിന്റെ ബേബി സിറ്റർ? ഓ, നിങ്ങൾ അവളെ ബേബി സിറ്റർ ആണ്. ഓ നൈസ്, കൊള്ളാം കേട്ടാ. ഗുഡ് അടി, നൈസ്. കാർത്തിക് എന്തായാലും തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ബേബി സിറ്റർമാരെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതോടെ ചിലപ്പോ നീ ഇനിയിപ്പോ തുടങ്ങുമായിരിക്കും ബേബി സിറ്റർ ചാനൽ. വേണം, എന്നെ ബേബി സിറ്റ് ആര് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ വീണ്ടും വരും. ബൈ. ട്വിക്സിനെ ഹാൻഡിൽ ചെയ്യുന്ന വർഷ, അതായത് ഡോക്ടർ ഷാരുവിന്റെ അഡ്വൈസ് ആണ്. അവന് പ്ലേറ്റ്ലെറ്റ്സ് കുറവാന്ന് പറയുമ്പം പൂച്ചയ്ക്ക് കപ്പയ്ക്ക കൊടുക്കാനായിട്ട് എന്റെ പൂച്ചയെ കൊല്ലാനുള്ള എല്ലാ ടെക്നിക്കായിട്ട് വന്നേക്കാണ്. അയ്യ, ഒരു കപ്പയ്ക്കയും കൊടുക്കൂല. നിന്നെ തട്ടും ഞാൻ, അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാ. അവന് ഷാരുവിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ചാടി 2 കടി അടിക്കും. ഞാൻ ഒരു വിസിലടിച്ചാൽ മതി. അവൻ ഉറങ്ങി കിടക്കുന്നത്. അവൻ ഉറങ്ങി കിടക്കുന്നത്. 8 പൂച്ചയുള്ള കുട്ടികളാ. അപ്പം എല്ലാം കൂടെ ചേർത്ത് 8 ഉള്ളു. അപ്പം ബാക്കിയൊക്കെ ഗീവ് അവേ കൊടുത്തേട്ടാ. പൂച്ച ടോക്സ്. ഓഫ്, 8 പൂച്ചയുണ്ട് ഗൈസ്. 8 cats in their ഖത്തർ ഹോം. ഞാൻ ഒരു ദിവസം അവിടെ പോയായിരുന്നു താമസിക്കാണ്ട്. അന്നേരം നോക്കി പൂച്ചകളെ കൂടെയാണ് കിടപ്പ്. പൂച്ചകളെ എവിടെ കിടക്കണേന്ന് നോക്കണം പൂച്ച എവിടെ ഉണ്ടെന്നുള്ളത്. ഇവിടെ പിന്നെ ഒറ്റ ഒരുത്തനല്ലേ ഉള്ളു അതിന് സീൻ. ഈ വീട്ടിലെ രാജാവാണ് ട്വിക്സ്. നമ്മൾ ആശുപത്രിയിൽ പോയില്ലെങ്കിൽ അവനെ കൊണ്ടുപോകും. അവന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീസെന്റ് ആയിട്ട് നോക്കും. വേറെ ആള് നോക്കിയാണ് മേക്കപ്പ് ഗേൾ. ഫുൾ ടൈം മേക്കപ്പ് ആണ്. അതോ മേക്കപ്പ് സ്പെഷ്യലിസ്റ്റ്. അതോ അവിടെ ഇരിക്കണം, ഒളിച്ചിരിക്കണ. ഓ നോ, മാച്ചിങ്. അവ ഓടുന്നു. നമ്മൾ അടുത്തായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടി കുക്കീസ് അൺബോക്സിങ്. ഇത് ഒരു സ്പെഷ്യൽ സെറ്റപ്പ് കുക്കീസാണ്. ചാസിന് വേണ്ടി എന്തോ ഓർഡർ ചെയ്തതാണ് ആരോ. അപ്പം അവൻ പോയി. അപ്പം ഈ കുക്കീസിന് നമ്മളതാണ്. ആർ യു റെഡി ഫോർ ദ അൺബോക്സിങ് കുക്കീസ്? കുക്കി മോൺസ്റ്റേഴ്സ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് രണ്ടുപേരും. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഗൈസ്. കട്ട് കുക്കി അൺബോക്സിങ് ഹാപ്പനിങ്. അച്ചപ്പൊക്കെ ഇരിപ്പുണ്ട് കേസ്. ഉണ്ട്, ഇത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അത് എവിടെ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് കഴിക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കുക്കീസ് ആണോ അല്ലേ? ഐ വാസ് മെയ്ഡ് ജസ്റ്റ് ഫോർ യു. ഓ അതോളല്ലേ. ഇതെന്താ? ഐ വാസ് മെയ്ഡ് ജസ്റ്റ് ഫോർ യു. ഹാൻഡ് ക്രാഫ്റ്റഡ് കുക്കീസ് 100% എഗ്ലെസ്. ഓ വാവ്. ഇത് റെഡ് വെൽവെറ്റ് കുക്കീസ്. യിങ് യാങ് കുക്കീസ്. പാക്ക് ഓഫ് 5 ആണ് കേട്ടോ. ഓ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഓൾസോ. ഇതെവിടെ ഇരിക്കുന്നത്? സ്മോൾസ് ഒന്ന്. ഓ ദിസ് മസ്റ്റ് ബി ദ സ്മോൾസ് വൺ. ദ അതർ വൺ? ദിസ് ഈസ് ന്യൂയോർക്ക് സ്റ്റൈൽ 3 ചിപ്പ് കുക്കി. ഓക്കെ, നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇത് കള നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറേ സ്പെഷ്യൽ ആൾക്കാരെ വിളിച്ചോണ്ട് എത്താം ഗൈസ്. ഓ വാവ്. എന്നോട്ട് എന്താ ഇത് എഴുതിയിരിക്കുന്നത്? ഈറ്റിംഗ്സ് ഫ്രം ഡോഫുൾ. ഓ ഡോഫുൾ കുക്കീസ് ഏട്ടാ. എവിടെയാ ഡോഫുൾ? Is it in India, like Kerala or somewhere else? I don't know. Handcrafted, artisanal, baked for you. Soft and gooey from the inside, slightly crispy edges. ഓ എല്ലാത്തിലും 5 എണ്ണം വെച്ചോണ്ട് കേട്ടാ. ഇത് എന്താ? ന്യൂയോർക്ക് സ്റ്റൈൽ ചിപ്പ് കുക്കി. എന്താണ് ന്യൂയോർക്ക് സ്റ്റൈൽ ചിപ്പ് കുക്കി? ഇത് സ്മോർസ് ചോക്ലേറ്റ് ചങ്ക് കുക്കി. ഓ എനിക്ക് സ്മോർസ് ഭയങ്കര ഇഷ്ടമാണ്. This is s'mores hot chocolate roll. This is red velvet cookie. This is yin yang cookie. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം, ആൾക്കാരെ വിളിക്കാം. ലെറ്റ്സ് സീ. ആർ യു എക്സൈറ്റഡ്? കം ഓൺ ഗൈസ്. കം ഓൺ ഗേൾസ്. ഇവിടെ വേറെ ഗൈസ് ഒന്നും ഇല്ലാത്തതുണ്ട്. ഒൺലി ഗേൾസ്. അത് ഞാൻ ക്യാമറയുടെ ബാക്കിലില്ല, അത് കുഴപ്പമില്ല. എനിക്ക് കുക്കി തന്നെ ആവുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യണതാണ് എനിക്ക് വേണ്ടത്. നീ പോയി കഴിക്ക്, ഞാൻ കഴിച്ചോളാം.
എനിക്ക് ഒരു കടി മതി. ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള കുക്കിയാണ്. അതെന്താ സ്മോസ് ചോക്ലേറ്റ് സ്മോസാണ് സൂപ്പർ. എല്ലാരും ഒരെണ്ണം ഇതാണ് അടിപൊളി. കഴിച്ചു. എനിക്കും അതാണ് കൊള്ളാൻ തോന്നുന്നു. ഇച്ചിരി കഴിച്ചു നോക്കൂ ഗൈസ്, ഹൗസ് ദ ടേസ്റ്റ് എന്നുള്ളത്. തിക്കായിട്ടുള്ള കുക്കീസ്. ടേസ്റ്റ് ഉണ്ടോ? നോക്കാം അവിടെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? അപ്പൊ അത് നൈസ് ആണല്ലേ? അതെല്ലാം ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്. പിടിച്ചേ എല്ലാം കൂടെ എനിക്ക് വേണ്ട, ഇത്രയും വലിയ സാധനം. കൊള്ളാം. ഉദ്ദേശം കുറച്ച് ചൂടാക്കി തിന്നണ. നമ്മളെ വീട്ടിൽ പിന്നെ അവൺ ഇല്ലാത്തോണ്ട് നമ്മൾ ചൂടായതുപോലെ അഭിനയിച്ചറിയാം. ഓക്കെ ഗൈസ്, അടുത്തത് അടുത്ത ന്യൂയോർക്ക് ചവയ്ക്കൂ. ഓ പിന്നെ ഞാനും കുറച്ചെടുക്കാം. പൊടിക്കടി പൊടിക്ക് പൊടി. അത് 4 ടൈപ്പല്ലേ ഉള്ളൂ. എല്ലാം ഇച്ചിരി ഇച്ചിരി കഴിച്ചാൽ മതി, അപ്പൊ ടേസ്റ്റ് അറിയാൻ പറ്റൂല. വേണ്ട നോർമൽ. ഇതാ ന്യൂയോർക്കാ. അതിന്റെ അകത്ത് അടിപൊളി അല്ലേ? 3 ചോക്ലേറ്റ് ചിപ്പാണ് അകത്തുള്ള. ഇതിന്റെ അകത്ത് 3 ടൈപ്പ്. കാണിച്ച ആദ്യം കുക്ക് ചെയ്യാണിത്. ഇങ്ങനെ തറയിലിട്ട് തകർത്ത് കളഞ്ഞു ഗൈസ്. അൺബോക്സിംഗ് അല്ലേ ഇത്? ഇതാണ് യിങ്യാങ്. അതായത് വെള്ളയും കറുപ്പും മറ്റേ പീസ് സൈൻ പോലത്തെ സാധനം. ഓ എല്ലാരും ഓ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓ എന്റെ അമ്മോ കിടു സാധനം. അപ്പൊ എല്ലാരും യിങ്യാങ് ലവേഴ്സ് ആണല്ലേ? എന്റെ അടുത്ത റെഡ് വെൽവെറ്റ്, അതും കൂടെ അൺബോക്സ് ചെയ്യും. അതും കൂടെ കഴിച്ച് ഷുഗർ റഷ്. എന്നാ ഇതെന്തോ ഡോഫുള്ള ഈ സെയിം അഡ്രസ് ഉണ്ട് കേട്ടാ, ഓർഡർ ചെയ്താ മതി. റെഡ് വെൽവെറ്റ് കുറച്ച് എനിക്ക് തരൂ. ഇത് ഇത്ര മതി. ഇപ്പൊ പൊടി 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 ഇത്ര മതി. അങ്ങനെയുണ്ട്. ആ യിങ്യാങ് തന്നെ സൂപ്പർ അല്ലേ? നമുക്കൊരു യിങ്യാങ് കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ കഴിച്ചാലോ? ഒരു യിങ്യാങ് എടുക്കടി. ഓ ഇതെന്തോ പൊടി മാത്രമേ ഉള്ളൂ യിങ്യാങ്ങിന്റെ. ഇതെന്തോ യിങ്യാങ്ങിന്റെ പൊട്ടാത്തല്ലേ? അത് 5 ഉണ്ടാവുമല്ലോ. ഓ വാട്ട് എ ടേസ്റ്റി ഗൈസ്. നീ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട്, മാർഷ്മെല്ലോ ഇഷ്ടപ്പെട്ട്, യിങ്യാങ്ങും ഇഷ്ടപ്പെട്ടു. നൈസ്. ഇതാണ് കട. എന്തോ പേര്? ഡോഫിൾ. ഗ്രീറ്റിംഗ്സ് ഫ്രം ഡോഫിൾ. ഈ യിങ്യാങ് ഓർഡർ ചെയ്യണമെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. കൊള്ളാം കേട്ടോ, സൂപ്പർ സാധനം. സ്മോർസും കൊള്ളാം, യിങ്യാങ്ങും കൊള്ളാം ഗൈസ്. അപ്പം നൈസ്. കുക്കി ടേസ്റ്റിംഗ് ഡൺ. അടുത്തിന് കഫേ ടേസ്റ്റിംഗ്. ബൈ. ഇതൊക്കെയാണ് ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കത്തിരി ഉണ്ടായിരുന്നല്ലോ. വീട് മൊത്തം അച്ചപ്പവും പലഹാരവും മാത്രമേ ഉള്ളൂ. ഗൈസ് അച്ചപ്പം അൺബോക്സിങ്. ജസ്റ്റ് കുറച്ച് ടേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. കുറേ ബിക്കോസ് പണ്ട് ഞാൻ അച്ചപ്പം ഫാനായിരുന്നു, അതുകൊണ്ട്. ഇപ്പൊ കയറൂല വിരല്. ശ്രീകൃഷ്ണൻ സുദർശന ചക്രം. മാമീസ് അച്ചപ്പം കുഴപ്പമില്ല, കുറച്ചുകൂടെ
മുട്ട ആഡ് ചെയ്ത കൊള്ളാണ്. മുട്ട അവളെ കാണിച്ചാൽ ആ മൂട്ടയെ കാണിച്ചാൽ അച്ചപ്പത്തിന് അവളെ സ്ഥലത്തൊക്കെ മൂട്ട ഇടുമെന്ന്. ഇങ്ങോട്ട് അച്ചപ്പൻ കുറച്ച് ആളായല്ലോ കഴിച്ചിട്ട്. നമ്മൾ കുക്കീസും കഴിക്കും, റോസ് കുക്കീസും കഴിക്കും. ഇതിനാണ് റോസ് കുക്കീസ് എന്നാണ്. എന്നാലും അധികം മധുരം ഇല്ലല്ലേ? അത്രയ്ക്ക് മാമി സച്ചപ്പം. ആരുടെ മാമിയാണെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളാം, നൈസ്, അടിപൊളി. അയ്യ എവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാ വ്ളോഗിൽ ഇതുപോലത്തെ ചളിയൊക്കെ കേൾക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, നമ്മൾ ഹിഡൻ കഫേ എന്ന് പറയുന്ന കഫേയിലോട്ട് പോവുകയാണ്. ഇവരൊക്കെ ആയിട്ട് ഗേൾസുമായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വരാം. എന്താ ഒരു ടീമുകൾ പോകുന്നു. വർഷ, ഷാരു, ബിനിയും കൂടെ ഒരു കാറിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർ പിറകെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, ബൈ. പാർക്കിംഗ് ഹിഡൻ, ഷോ ദാറ്റ് പാർക്കിംഗ് ഹിഡൻ. That's nice. Everything is hidden in this. Oh, it's a very small parking area. And we are here in Hidden Cafe with Juju and Dudu. And I think that is the Hidden Cafe. Looks like we are not that hidden anymore. ഇതാണ് എൻട്രൻസ്. എന്താ വെച്ചാൽ ഒളിച്ചാണ് വെച്ചേക്കണേ കേട്ടോ. പാർക്കിംഗ് ഹിഡൻ. എടപ്പള്ളിയിൽ നിന്ന് വരുമ്പം ഒരു കവാടമുണ്ട്. ഈ കവാടത്തിൽ കൂടെ കയറി വേണം ഗൈസ്. റോഡ് സൈഡിൽ തന്നെയാണ്. സംഭവം കൊള്ളാം കേട്ടോ, രസമുണ്ട്. അകത്തേറി നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഐ ഗൈസ് എക്സൈറ്റഡ് ടു സീ വാട്ട്സ് ഹിഡൻ ദെയർ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വരാം ഗൈസ് ഇവിടെ എന്താണ് ഒളിപ്പിച്ച് വെച്ചേക്കണെന്നുള്ളത്. ലെറ്റ്സ് സീ. അവരെ കാണാനില്ല, ഷാരുവും സബിനിയൊക്കെ. നോക്കാം, വരട്ടെ അവർ. ഇതാണ് ഗൈസ് കഫേ, ഹിഡൻ കഫേ. സോനു. ഓ, ഹിഡൻ കഫേയിലോട്ട് വരുന്ന നോക്കിയേ. വെൽക്കം ടു ഹിഡൻ കഫേ. നീ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇത് എന്റെ പണി ഉള്ള എല്ലാ ഹിഡൻ സാധനങ്ങളിലും വന്നിട്ടുണ്ട്. ആണോ? നൈസ്, കൊള്ളാം. ലാലേട്ടാ കയറിക്കോ. ഇത് കൊള്ളാം കേട്ടാ, വൈബ് സാധനം. ലാലേട്ടൻ്റെ ടേബിൾ ആണ് മെനു. ഹിഡൻ ഓക്കെ. ചിക്കൻ കാപ്സു, ടൂണ മെൽറ്റ്, സാൻഡോസ് ആൻഡ് സാൻഡ്വിച്ചസ്, വിങ്സ്, ഫ്രഞ്ച് ടോസ്റ്റ്. ഓ, എല്ലാം കൂടെ മിക്സ്ഡ് സാധനമാണ് കേട്ടോ, എല്ലാ ടൈപ്പ് സാധനമാണ്. തലശ്ശേരി ബിരിയാണിയൊക്കെ, ജാംബി ചിക്കൻ. ഇതാണ് സോനുവിൻ്റെ ഫേവറേറ്റ്, ജാംബി ചിക്കൻ. ലേറ്റായിട്ട് വന്ന ടീമുകൾ, വഴിതെറ്റിപ്പോയ ടീമുകൾ വന്ന്. എടി എന്താണ് നിനക്ക്? കൊച്ചി തന്നെ നീ താമസിക്കുന്നത്? ലേറ്റായിട്ട് ആര് മാപ്പിട്ട? അവളാണ് മാപ്പിട്ടത്. കൊള്ളാം. മഞ്ഞുമ്മൽ അവക്കെന്തോ ഡിന്നറൊക്കെ ഉള്ളതാണ്. അവളെ കൊണ്ട് കറങ്ങാൻ പോയെന്ന് തോന്നല്ലോ അവൾ. അപ്പൊ ഇരിക്കടി, ബാ ഓർഡർ ചെയ്യും. ഞാൻ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരാം. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യട്ടെ ഗൈസ്. എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ്. ഇപ്പോൾ കത്തിവയ്പ്പൽ ദൊഡു കത്തി വയ്ക്കുന്നു. അയ്യോ, ആ ഓക്കെ ഗൈസ്, ഫുഡ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം വന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു തന്നെയായി. കൊള്ളാം കേട്ടോ, നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, നൈസ്. പറ, ഞാനുണ്ട് എക്സ്പീരിയൻസ്. തോന്നി തൊട്ടപ്പുറത്ത് എൻ്റെ പുറകെ വന്നുകൊണ്ടിരുന്നവരാണ്. കാപ്പി വന്നല്ലോ, കാപ്പി സെറ്റ് കേട്ടോ, ഫാസ്റ്റായിട്ട് കിട്ടിയല്ലോ. അവിടെ വെളിയിൽ ചായക്കടയുണ്ട്, പെട്ടെന്ന് അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞുമ്മൽ ഞാൻ പോയി, അവിടെയല്ലേ ക്ലബ് FM-ന്റെ ഓഫീസ്.
ആ ഞാൻ ശാസ്ത്രിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ, നമ്മള് പോയായിരുന്നു അവിടെ. കൊള്ളാല്ലേ, നല്ല സ്ഥലം. നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനുള്ള പ്ലാൻ ഉണ്ട്. നീ നൈസ്, ഹിഡനായിട്ടിരിക്കാൻ വേണമെങ്കിൽ ഹിഡനായിട്ടിരിക്കാൻ വന്നിരുന്നു. യെസ്, ലെറ്റ്സ് സീ. ഗയ്സ്, ഷാരു പറഞ്ഞു നല്ല അടിപൊളി കോഫി ഉണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പതപ്പിച്ചടിച്ച കോഫി. കടുപ്പമുണ്ടല്ലേ, മധുരം കുറവ്, കടുപ്പമുണ്ട്, പാല് കൂടുതൽ. ഷാരുവിനെ നോക്കിയിട്ട് അറിയാമോ, അറിയാത്ത ആളോ അല്ല. ഖത്തറിലുള്ളവർക്കൊന്നും മലയാളികൾ അറിഞ്ഞുകൂടാ കേട്ടോ, വെരി ബാഡ്. ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസറിനെ തമാശയാണ് ഗൈസ്. ഓക്കെ, അപ്പുറത്തൊരു ഇൻഫ്ലുവൻസർ ഇപ്പൊ ഉണ്ട്, അപ്പുറത്ത് അപ്കമിങ് ടെറർ. ഹലോ 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 ഹലോ, ഐ മാൻ. മര്യാദക്ക് കറക്റ്റ് വഴി കൂടെ വന്നുകൊണ്ടിരുന്ന എന്റെ ഏതോ കാട്ടിക്കടെ പറഞ്ഞു വിട്ടപ്പോ സമാധാനം. ആ നീ ലൊക്കേഷൻ ഇതിന്റെ അപ്പുറത്തെ വീട്ടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. എന്റെ വഴി തെറ്റിയില്ലേടാ നിനക്ക്? നീ നടന്നു നിങ്ങള് വന്നിട്ടെ ഗുരു വന്നിട്ടെ. ഓ അങ്ങനെ, സോറിടാ, അത് ഞാൻ മറന്നു പോണേ. ഞാൻ നിന്നെ മറ്റേ ഫോക്കസ് ചെയ്യാൻ പോക്കും, അവൻ എന്നെ കാണാൻ വേണ്ടി അവൻ താകും. ഞാൻ ഇങ്ങനെ വിളിക്കാം, ആ മനസ്സിലായി. ഇല്ല, ഞാൻ ഇങ്ങനെ വിളിക്കാം, നിന്റെ ബോട്ടം ആംഗിൾ എടുത്തോളാം ഞാൻ. അത് DSLR ആണ് കേട്ടോ. കൈസ്, എൻ്റെ ഐറ്റം വന്നിട്ടുണ്ട്, ഓറഞ്ച് ഓറ്റു. ഓറഞ്ച് ആൻഡ് ഫിസ് ആണെന്ന് തോന്നുന്നു. കൊള്ളാം ഗൈസ്, നൈസ്. തിങ്സ് പോലത്തെ സാധനം, ടച്ച് വിങ്സ് ഒന്നും. ആ മനസ്സിലായി സംഭവം മനസ്സിലായി. മറ്റേ അവിടെ പ്ലാൻ ബി. എടാ ഇത് നിങ്ങൾ കഴിക്കുന്നില്ലേ? ഡയറ്റിങ് ആടെ നിങ്ങൾ? വാട്ട് ഈസ് ദിസ്? നല്ല വിങ്സ് കേട്ടാ. ഇനി വേണ്ടേ? ഇത് കഴിച്ചോടി, ഒന്നുകൂടെ പറയാം. നല്ല എരിഞ്ഞ് ചാവും. അത് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഗൈസ്. എങ്ങനെയുണ്ട്? വെൽക്കം ടു മൈ വ്ളോഗ്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. എരിവുണ്ടാ? ഞാൻ പറഞ്ഞ കേൾക്കാനില്ലേ, അത് ആൾക്കാരുടെ എക്സ്പ്രഷൻ മതി. ഈ സാധനം സൂപ്പർ ഏടാ. ടച്ച് വിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റമാണ്, സൂപ്പർ ടേസ്റ്റ്. യു ക്യാൻ ഓർഡർ മോർ. വിരുന്നിന് പോകുന്ന കാർത്തിക് സൂര്യയും വർഷയും. ബൈ. വിരുന്നിന് പോകുന്ന കാർത്തിക് സൂര്യ. ഈ വിഭവസമൃദ്ധമായ ആഹാരം കണ്ടിട്ട് പോകാൻ തോന്നണില്ല, പക്ഷേ വിരുന്ന് നമ്മൾ നല്ല രീതിയിൽ കഴിക്കണം. അത് അതെ മനസ്സിലായി, നല്ല സൂപ്പർ ആയിരിക്കും അവിടെ. ഓക്കെ ഗൈസ്, ഇത് എന്റെ സ്റ്റൈൽ, അല്ലാതെ ഒന്നും ചെയ്യാൻ. എങ്ങനെ സൈലന്റ് ആയി, കുഴപ്പമില്ല, കണ്ടിന്യൂ. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ. ഇപ്പം ആ പ്രശ്നം എന്താ കേട്ടാ, ക്യാമറ ക്ലീൻ ചെയ്തില്ല. ഓക്കെ ഗൈസ്, കാർത്തി പോവാണ്. ബൈ ബൈ. നമ്മൾ ഇതൊക്കെ തിന്നെടുക്കണം. ഇതെന്തോന്നു, ഞാൻ ഇവിടെ ഒന്ന് വെച്ചതേ ഉള്ളൂ, അതിനിടയ്ക്ക് ഇവിടെ വന്ന് ജാമ്പി ചിക്കൻ തിന്നുന്നത് ഈ തെണ്ടി. ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ക്രീം. ഓ, ഇതാണ് ജാമ്പി ചിക്കൻ ഗൈസ്. ബ്ലോഗിനെ ഇടിച്ച് തെറിപ്പിച്ചു. ഞാൻ ഇവിടെ ഉണ്ട്, പേടിക്കണ്ട. ബൈ ഗൈസ്, ടേക്ക് കെയർ. ബൈ. ഇതിന്റെയൊക്കെ റിവ്യൂ എന്റെ ചാനലിൽ വരും, അപ്പൊ കണ്ട്. ബൈ. അടുത്ത വാഷ് ബേസിൻ ബ്ലോഗ്.
ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. രാത്രി വൈബ് ഗൈസ്. ഫുൾ റൂഫിലൊക്കെ ഗ്ലാസ്. ഹിഡൻ കഫേ എന്ന് കാട്ടിൽ കൂടെ നടന്നു വരുന്ന ഒരു എഫക്റ്റാണ്. നമ്മളിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പോവുകയാണ് പാർക്കിംഗ് സ്പേസിലോട്ട്. അപ്പോൾ ശരി ഗൈസ്, നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോട്ടെ. ബൈ. ഓ, ഇവിടെ മേക്കപ്പ് ക്ലാസ്. നമ്മൾ കോസ് കഫേയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. കോഫി കുടിക്കാൻ വന്നപ്പോൾ ഇവിടെ മേക്കപ്പ് ക്ലാസ് നടക്കുക. ഓ എൻ്റെ അമ്മോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? വാട്ട് ഈസ് ദിസ് ചാരു? ഫുൾ മേക്കപ്പ്. എന്തുപറ്റി? ഓ മൈ ഗോഡ്, ചാരു എല്ലാവരും മയക്കിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി കോസ് കഫേയിൽ വന്നിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഓർഡർ സം ഫേവറേറ്റ് സാധനങ്ങൾ. ഇവര് മേക്കപ്പിനെ പറ്റി പറയട്ടെ, നമുക്ക് ഫുഡിനെ പറ്റി സംസാരിക്കാം ഗൈസ്. ഓർഡർ ചെയ്തിട്ട് വരാം. ബൈ. എൻ്റെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഷാരു നിനക്ക് കിട്ടിയില്ലേ? അതേതാ? ഓ, നിനക്കൊരു കപ്പും സ്പൂണും മാത്രമല്ല കിട്ടിയത്. യെസ്, ബോളും സ്പൂണും മാത്രം കിട്ടിയ ഷാരു. എൻ്റെ സാധനം ഞാൻ ഓർഡർ ചെയ്തതാണ് ഗൈസ്. ഐസ്ക്രീമും എസ്പ്രസോയും. പിന്നെ ഇങ്ങനെ എടുക്കുക. ഐസ്ക്രീം എടുത്തിട്ട് കോഫി ഇങ്ങനെ എൻ്റെ പുറത്തോട് കഴിക്കുക. ഇങ്ങനെ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ അതിന് മിക്സ് ചെയ്യുക. അപ്പക്കാറ്റോ കോഫി ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. മിക്സ് ചെയ്ത് കഴിക്കുക. ഡെസേർട്ടാണ്, പക്ഷെ ഞാനത് കോഫിയായിട്ട് കുടിക്കും. ഇതെന്താ സാധനം? സ്വാനോ? സ്വാനും ഹാർട്ടും. ടേസ്റ്റ് ചെയ്താ? ഹൗസ് ദ ഹേസൽനട്ട് ഹോട്ട് ചോക്ലേറ്റ്. നൈസാണോ? ഇഷ്ടപ്പെട്ടോ? ഏയ് മാച്ചാ ഗേൾസ്, ഹൗസ് ഇറ്റ്? ഓ, അവളവിടെ റീലെടുക്കണം കേട്ടാ. എങ്ങനെയുണ്ട് ഖത്തറിലെ ലാറ്റയൊക്കെ കുടിച്ചിട്ട്? നമ്മളെ നാട്ടിലൊക്കെ ലാറ്റ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നൈസ്. സെറ്റ്. എനിക്ക് ഒരു മാച്ച കുടിച്ചിട്ടില്ല ഇത്, പക്ഷേ മാംഗോ നല്ല സ്ട്രോബെറിയും കൂടെ ഉണ്ട്. സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഇതാണ്. ഇത് സ്ട്രോബെറിയാ. സ്ട്രോബെറി മാച്ച. ഇത് നോർമൽ മാച്ച കുടിക്കണം, വെറും മാച്ച. ഇപ്പം ഒരുമാതിരി പുല്ല് കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റാണ്. അതാണ് ഇത് കുടിച്ചു നോക്കേ. ഈ സാധനം കുടിക്കുമ്പോൾ യഥാർത്ഥ മാച്ചയുടെ കുറച്ച് ഫ്ലേവറൊക്കെ കിട്ടും. എന്താ ഒരു മാജിക് മാച്ച് ആയണ്ടായി ചിലപ്പോ. എന്തോ മാജിക് സാധനം ആഡ് ചെയ്തത്, അതാണ് സംഭവം. കുഴപ്പമില്ലല്ലേ? നീ കഴിച്ചു? അത് കുഴപ്പമില്ല, സ്ട്രോബെറിയാണ്. നോർമൽ മാച്ച് ആണെങ്കിൽ ഓർഡർ ചെയ്യാം. അതാണോ എവിടെ കുറച്ചുകൂടെ നോർമൽ മാച്ച്? ഞാൻ ആദ്യം ടെക് ബ്ലോഗർ ആയിരുന്നു, പിന്നെ ട്രാവൽ ബ്ലോഗറായി, പിന്നെ ഒരു ദിവസം രാത്രി ഇത് കണ്ണെടുത്ത വീഡിയോ ഹിറ്റായിട്ടാ. അത് ഹിറ്റായി. പിന്നെ അത് ഞാൻ ഫാഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര അഭിപ്രായങ്ങൾ കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ അതങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തതാണ്. നമ്മൾ ഈ ഇവിടുത്തെ പരിസരം മുഴുവൻ കറങ്ങാൻ നമ്മൾ ട്രാവൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞു സ്പോർട്സ് വ്ളോഗ് പോലെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി അങ്ങനെ പറഞ്ഞ ഓരോ മേഖലയും ഞാൻ കടന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു. കുറെ കഴിഞ്ഞായിരുന്നു എനിക്ക് ഫെയിം ഇഷ്ടമായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഇഷ്ടം. ഞാനിത് പയ്യെ ചെയ്തു തുടങ്ങിയപ്പോൾ രസം തോന്നി. അങ്ങനെ ചെയ്തിട്ട് പേയ്മെന്റ് ആയി കിട്ടും പറഞ്ഞു. ഇത് ട്രൈ ചെയ്തോ? ഷുഗർ കട്ട് ചെയ്യുന്നവർക്ക് പറ്റിയ സാധനം. ജസ്റ്റ് ഒരു സിപ്പ് അടിച്ചാൽ
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സൂപ്പർ സാധനമല്ലേ? തന്നിട്ടില്ല ചേച്ചി. ആണ്, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ചെയ്യാം. അത് ഏത് കോഫി ഷോപ്പിൽ പോയാലും അവര് ഈ എന്തെങ്കിലുമൊക്കെ സാധനവും ഐസ്ക്രീമും കൂടെ ആകുമ്പോൾ മൈൽഡ്. അതെ, കോഫി പ്ലസ് ഐസ്ക്രീം. സൂപ്പർ സാധനം. സൂപ്പർ, അടിപൊളി സാധനം. നല്ല ഭംഗിയുള്ള ആൾക്കാരുണ്ട്. ട്രൈ അഫഗാറ്റോ ഫ്രം കോസ്റ്റ് ഓഫ് ഗൈസ്. നല്ല ടേസ്റ്റ്. ഇതറിയാൻ വേണ്ട. ട്രൈ നോക്കിയേ. ആലപ്പീനോ ചീസ് പോപ്പർ. ആലപ്പീനോ ചീസ് ഇഷ്ടല്ലേ? ചീസ് ഇഷ്ടമല്ലേ കൊച്ചേ? ഇഷ്ടമാണോ? തണുക്കണോടാ? വേണ്ട, ഇവിടെ ഇരിക്കണോ? ഒത്തിരി ചീസ് ഉണ്ട്. പിന്നെ കഴിക്കാനാ? How is it? Nice? ചേച്ചിയുടെ കൊള്ളാവോ? നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ രണ്ട് സന, വെൽക്കം ടു മൈ ചാനൽ. പവർ ഓഫ് സന ഈസ് ഹിയർ ഗൈസ്. മിസ്റ്റർ അജാസ് ഈസ് ഹിയർ. നിങ്ങളെ കാണാനില്ലല്ലോ രണ്ടുപേര്. ഓ, രണ്ടുപേരും വന്നാൽ ഇവര് ഫുൾ ട്രിപ്പാണ്, ട്രിപ്പ് അടിയാണ്. കാട് മേടലൊക്കെ പോയി കറങ്ങി കിടക്കുന്ന ടീമുകളാണ്. വണ്ടി സ്റ്റക്കായ? ഏത് വണ്ടിയിലോ? ഫോർച്യൂണറാ? അത് മറ്റേ ആ നാട്ടിൽ നിന്ന് പവർ ഓഫ് സെൽഫ് കിട്ടാൻ വേണ്ടി പോയതാണെന്നാണ് കുറച്ച്. കൊള്ളാം ഗൈസ്, വളരെ അങ്ങനെ മോട്ടിവേഷനൊക്കെ കിട്ടി വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കോസിൽ നിന്നെല്ലാം ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡും സംസാരമൊക്കെ പറഞ്ഞു? ഓക്കെ ഓക്കെ ഗൈസ്, ബൈ ഗൈസ്, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. നമ്മളിത് വ്ളോഗ് നടത്തുകയാണ്. ബൈ ബൈ.